ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഇവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് ഉദിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വിശ്വാസി എന്തിലൊക്കെ ആണ് സന്തോഷിക്കേണ്ടത്, ഒരു വിശ്വാസി എന്തിലൊക്കെയാണ് സന്തോഷിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ധ്യാന വിഷയം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സന്തോഷിക്കേണ്ടതായ അനേക കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് കുടുംബമായി സന്തോഷിക്കണം. തൻ്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ സന്തോഷിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആപത്തുകളിൽ നിന്നും തലനാരിടയ്ക്ക് രക്ഷപ്പെടുമ്പോൾ സന്തോഷിക്കണം. സന്തോഷിക്കുന്നവരോടൊപ്പം അവൻ സന്തോഷിക്കണം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ സന്തോഷിക്കണം. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് രോഗികളെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷിക്കണം. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു നല്ല വിശ്വാസിക്ക് സന്തോഷിക്കാനായി അനേകം കാര്യങ്ങളുണ്ടാകും. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ശരണപ്പെട്ട് സന്തോഷിക്കുമ്പോഴും അവന് സന്തോഷമുണ്ടാകും. തിരുവചനം എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ഓർത്ത് കുടുംബമായി സന്തോഷിക്കണം എന്ന് ആണ് വചനം നമ്മോട് പറയുന്നത്. ആവർത്തന പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവിടെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങളുടെ സകല പ്രവൃത്തിയും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതിനെക്കുറിച്ചും നിങ്ങളുടെ കുടുംബങ്ങളും സന്തോഷിക്കുകയും വേണം എന്നാണ് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. നാം ഈ വായിച്ച ഭാഗം മോശ ഇസ്രായേൽ ജനങ്ങളോട് പറയുന്ന കാര്യമാണ് നാം ഇവിടെ കാണുന്നത്. 1-ാം അധ്യായം മുതൽ നാം നോക്കുമ്പോൾ കാണുന്നത് സുഫിനെതിരെ പാരാനും തോഫേലിനും ലാബാനും അസെരൂത്തിനും ദിസാഹാബിനും നടുവെ യോർദാനക്കരെ മരുഭൂമിയിൽ ആരാബിൽ വെച്ച് മോശ എല്ലാ ഇസ്രായേൽ ജനങ്ങളോടും പറഞ്ഞ വചനങ്ങൾ ആവിത്. 31-ാം അധ്യായം വരെ മോശ ഇസ്രായേൽ ജനങ്ങളെ യഹോവയുടെ ന്യായപ്രമാണങ്ങൾ കേൾപ്പിക്കുന്നതായി നാം ഇവിടെ കാണുന്നുണ്ട്. ഈ ഭാഗത്താണ് 12-ാം അധ്യായം 7-ാം വാക്യം പറയുന്നത്. അതിൽ അവിടെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങളുടെ സകല പ്രവൃത്തികളും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതിനെക്കുറിച്ചും നിങ്ങളും നിങ്ങളുടെ കുടുംബവും സന്തോഷിക്കുകയും വേണമെന്ന് എടുത്ത് പറയുന്നത്. നമുക്ക് എപ്പോഴും അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തോടു കൂടി നാം എപ്പോഴും സന്തോഷിക്കുകയും അവൻ തന്നതായ കൃപാവരങ്ങൾക്ക് വേണ്ടി എപ്പോഴും സ്തുതി പറയുകയും വേണം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ സന്തോഷിപ്പീൻ എന്നാണ് ഇവിടെ പറയുന്നത്. അത് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ് രക്ഷാസുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ എന്നാണ് ഈ വേദഭാഗം ഉദ്ബോധിപ്പിക്കുന്നത്. നാം ഇവിടെ കാണുന്നത് 1-ാം വാക്യം മുതൽ നോക്കുമ്പോൾ കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണങ്ങളിലും സ്ഥലങ്ങളിലേക്കും അവരെ ഈരണ്ടായി തനിക്ക് മുമ്പായി അയച്ചതായി നാം കാണുന്നുണ്ട്. അവർക്ക് എല്ലാ അധികാരങ്ങളും കൊടുത്ത് അവരെ അയക്കുന്നു. തിരികെ വന്ന് കർത്താവിനോട് വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നു. അപ്പോൾ അവരോട് യേശു പറഞ്ഞ വാക്യമാണ് നാം ഇവിടെ വായിച്ചത്. നാം ഓരോരുത്തരുടെയും പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെ, എപ്പോൾ എന്ന് നാം ചിന്തിക്കുമായിരിക്കും. വിശ്വാസികളായ മനുഷ്യർക്കറിയാം, മാമോദീസയിലൂടെ വിശുദ്ധ മൂറോൻ അഭിഷേകത്തിലൂടെ കുർബാന അനുഭവത്തിലൂടെ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായി നാം നമ്മുടെ പ്രവൃത്തിയെ ഒന്ന് പരിശോധിക്കേണ്ടുന്നത് നന്നായിരിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഒരു നല്ല വിശ്വാസി സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കുകയും അവർ ദുഃഖിക്കുമ്പോൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും വേണം എന്നാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവീൻ.
എന്ന് ഈ വേദഭാഗം പറയുന്നു. എന്നാൽ എല്ലാവരുടെയും സന്തോഷത്തിൽ നാം പങ്കുചേരും, എന്നാൽ ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുവോ എന്ന് നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കുന്ന കാലം അടുത്തിരിക്കുന്നു. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമുക്ക് എല്ലാ എല്ലാം നഷ്ടമാകുമ്പോഴും ദൈവത്തിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഹബക്കൂക്ക് പ്രവാചകൻ തൻ്റെ 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നതും അങ്ങനെ ഒരു കാര്യമാണ്. എങ്കിലും ഞാൻ യഹോവയെങ്കിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ആനന്ദിക്കും എന്ന് പറയുന്ന ഒരു വേദഭാഗമുണ്ട്. അത് ഇവിടെ നാം കാണുന്നത് വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ ഒരു പ്രാർത്ഥനാ ഗീതം ആണ് അവിടെ എഴുതിയിരിക്കുന്നതായി നമുക്ക് എവർക്കും മനസ്സിലാകും. ഈ പ്രാർത്ഥനാ ഗീതത്തിൽ അവൻ പാടുന്ന ഭാഗമാണ് നാം ഇപ്പോൾ കണ്ടത്. നാശമാണ് അവൻ കാണുന്നത്. ഇവിടെയും എന്ത് സംഭവിച്ചാലും അവൻ യഹോവയിൽ ആനന്ദിക്കും, അവൻ യഹോവയിൽ രക്ഷ കണ്ടെത്തുന്നുവെന്ന് നമുക്ക് എവർക്കും അറിയാം. അതുപോലെ തന്നെ മറ്റൊരാൾ നമ്മുടെ ബൈബിളിൽ എല്ലാം നഷ്ടപ്പെട്ടവനുണ്ട്, യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്നും പുറത്തു വന്ന് നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുന്നു. നീതിമാനും നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനുമായ ഊസ് ദേശക്കാരനായ യോബ് പറയുന്നതാണിത്. അവൻ്റെ 7 ആൺമക്കളും 3 പെൺമക്കളും മരിച്ചുപോയി, അവൻ്റെ സമ്പത്തെല്ലാം നഷ്ടമായി. അപ്പോൾ അവൻ പറയുന്നതാണിത്. നമ്മെ കൊണ്ട് അങ്ങനെ സാധിക്കുമോ? ബുദ്ധിമുട്ടാണ്. അതിന് കാരണം നമ്മൾ എത്ര പേർ നീതിമാന്മാരിൽ ഗണിക്കപ്പെടും? നമ്മൾ നിഷ്കളങ്കരാണോ? നമ്മൾ നേരുള്ളവരാണോ? നമ്മൾ ദൈവമക്കളാണോ? ദോഷം വിട്ടകന്നവരാണോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു നിമിത്തം നിന്ദിതരാകുമ്പോൾ സന്തോഷിപ്പീൻ എന്ന് ലൂക്കോസ് എവൻഗേലിയോസ് എടുത്ത് പറയുന്നുണ്ട്. വിശ്വാസികൾ എപ്പോഴും സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള വിവരം നാം ഇപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. നമ്മളതിനെപ്പോഴും ചെയ്യേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും പാട്ട് പാടിക്കൊണ്ട് നടക്കണം. ആ പാട്ടിതാണ്: ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞേ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ബാക്കി ജീവിതം ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരുടെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.